ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നന്മകളെല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം കഴിഞ്ഞ ദിവസം ദശകം 40 വായിച്ചത്. പൂതനാമോക്ഷമായിരുന്നു. അതിൽ ഒടുക്കം നമ്മൾ വായിച്ചത് പൂതന മലർന്ന് ചത്ത് കൈയെല്ലാം മലർന്ന് ഇങ്ങനെ വീണു, നിവർത്തി അങ്ങ് നിലത്ത് വീണു. ഭഗവാൻ ആ മുല വലിച്ചു കുടിച്ച് ജീവനെ കൂടെ കുടിച്ചപ്പോൾ അലറി വിളിച്ചുകൊണ്ടാണ് നിലത്ത് അവിടെ വീണു. അതായത് ഇരു കൈകൾ നിവർത്തി മലർന്ന് വീണു. പക്ഷേ അവിടെ എന്താ കണ്ടത്? ഒരു പർവ്വതം പോലത്തെ ഒരു പൂതന, അതിൻ്റെ കുഞ്ഞ് ആ മാറത്തിരുന്ന് കളിക്കുന്നത്. അങ്ങനെ ഗോപികമാർ പെട്ടെന്ന് തന്നെ ചെന്ന കുഞ്ഞിനെ വാരിയെടുത്തു. അതൊക്കെ നമ്മൾ വായിച്ചത്. ആ മരിച്ച പൂതനയെ ഇനി എന്താ, പൂതനാ ശരീര ദഹനം 41 ദശകം. ആ പൂതനയെ എങ്ങനെയാണ് ഈ ദഹനമൊക്കെ ദഹിപ്പിക്കുന്നത്, അതൊക്കെയാണ് ദശകം 1. പൂതനയുടെ ശരീരത്തിനെ ദഹിപ്പിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. വ്രജശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജൻ അധ്വനി ഭീതചേത നിഷ്പിഷ്ട നിശേഷ തരും നിരീക്ഷ്യ കഞ്ചിൽ പദാർത്ഥം ശരണം ഗതസ്ത്വാം. വ്രജശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജൻ അധ്വനി ഭീതചേത നിഷ്പിഷ്ട നിശേഷ തരും നിരീക്ഷ്യ കഞ്ചിൽ പദാർത്ഥം ശരണം ഗതസ്ത്വാം. ഇവിടെ ഈ ശ്ലോകത്തിൽ വസുദേവർ പറഞ്ഞതെല്ലാം കേട്ട് ഭയചകിതനായി നന്ദഗോപർ മടങ്ങി വരവേ, നമ്മൾ മറന്നുപോയോ? കഴിഞ്ഞ ദശകത്തിൽ വായിച്ചു. കപ്പം കൊടുക്കാൻ നന്ദഗോപർ മധുരയിൽ പോയപ്പോൾ വസുദേവരെ കണ്ടു. അവിടെ കുശലങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അപ്പോൾ വസുദേവർ എന്താ പറഞ്ഞത്? ദുർനിമിത്തങ്ങൾ കാണുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം കുട്ടികളെ എല്ലായിടവും നടന്ന് വധിക്കുന്നു. അപ്പോൾ അവിടെയും ചെല്ലും ഈ പൂതന. അതുകൊണ്ട് അത് പറയാനൊക്കത്തില്ല, ഇത് രഹസ്യമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു ദുർനിമിത്തങ്ങൾ കാണുന്നു, അവിടെ കുഞ്ഞും തള്ളയൊക്കെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നന്ദഗോപർ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങി. അതാണ് ഭയന്നും കൊണ്ട്. ഇത് ആ വാസുദേവരുടെ വാക്കുകൾ കേട്ട് ഭയചകിതനായി നന്ദഗോപർ മടങ്ങി വരവേ വഴിക്ക് വന്നപ്പോൾ കാണുന്നു മരങ്ങളെല്ലാം തട്ടി തകർത്തുകൊണ്ട് കിടക്കുന്നു. അതും ഒരു വസ്തു, അതായത് ഈ പൂതനയുടെ ഒരു വസ്തു കണ്ടിട്ട് അങ്ങയെ ശരണം പ്രാപിച്ചു. ഭഗവാനി, ഇതെന്തായി കിടക്കുന്നേ? ദുർനിമിത്തങ്ങളെന്ന് പറഞ്ഞല്ലോ വസുദേവർ, ഇതെന്താ അത്ഭുതം! ഈ മരങ്ങളെല്ലാം ഇവിടെ തട്ടിത്തകർത്ത് കിടക്കുകയൊരു വസ്തു. ഒരു വസ്തു എന്ന് പറയുന്നത് എന്താ? ഒരു ഭയങ്കരമായൊരു സാധനമല്ലേ, കണ്ട പർവ്വതമല്ലേ ഈ പൂതന, എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ദൈവമേ ഇതെന്താ എന്നിങ്ങനെ ശരണം പ്രാപിച്ചു. ഭഗവാനോട് പറയുന്നു, എന്താ ദുർനിമിത്തങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇതെന്താണെന്നറിയാം. അപ്പം നന്ദഗോപർ വ്രജത്തിലേക്ക് പുറപ്പെട്ടത് എങ്ങനെ തന്നെയാണ്? ഭയന്നിട്ടായിരുന്നു. അവിടെ എന്തെങ്കിലും അനിഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുമോ എന്ന ഭീതി നന്ദഗോപരെ അലട്ടിയിരുന്നു. ആ മനോവികാരത്തോടെ എത്തിയപ്പോൾ എന്താ കാണുന്നത്? വൃക്ഷങ്ങളെല്ലാം കടപുഴുകിക്കൊണ്ട് താറുമാറായി കിടക്കുന്നു. വൃക്ഷക്കൂട്ടത്തിനിടയ്ക്ക് ഭയം ജനിപ്പിക്കുന്ന ഏതോ ഒരു വസ്തു കിടക്കുന്നതായി കണ്ട് പെട്ടെന്ന് വസുദേവർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്ന് ഈ നന്ദഗോപർക്ക്, ദൈവമേ ഇതെന്താ സംഭവം? ഉടനെ നന്ദഗോപർ, ഭഗവാനേ ഇതെന്താ പ്രാർത്ഥിക്കുവാണ്. അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. വീട്ടിൽ ഭവനത്തിലേക്ക് കയറിയില്ല, വഴിക്ക് വെച്ച് തന്നെ ഈ സന്ദർഭങ്ങളൊക്കെ കാണുക. അങ്ങോട്ട് ഭഗവാനേ ഒന്നും സംഭവിക്കരുതേ. മക്കളെ, നമ്മളും ഇങ്ങനെ ചിന്തിക്കണം. നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എപ്പോഴും ഭഗവാനുള്ള അഭയം വേണം. പോകുന്ന വഴിക്ക് ഒരു അനർത്ഥവും വരല്ലേ, തിരിച്ച് വരുമ്പോഴും വരല്ലേ, വീട്ടിൽ ചെന്നാലും വരല്ലേ, ആർക്കും വരല്ലേ. ഇന്നിങ്ങനെ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമുക്ക് അനുഭവ പാഠങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. നിശമ്യ ഗോപീ വശനാദുദന്തം സർവേ അപി ഗോപാഭയവിസ്മയാന്ധ ത്വൽപാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുഠാരകൃത്തം. നിശമ്യ ഗോപീ വശനാദുദന്തം സർവേ അപി ഗോപാഭയവിസ്മയാന്ധ ത്വൽപാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുഠാരകൃത്തം.
ഇവിടെ എന്താ പറയുന്നത്, ഗോപസ്ത്രീകൾ ഇത് ഇത്രയും ഭയങ്കരമായ ഈ രംഗം കണ്ട് എല്ലാവരോടും പറഞ്ഞറിഞ്ഞ് കഥ കേട്ട്. അപ്പം ഗോപസ്ത്രീകളാണല്ലോ ഇത് ആദ്യമേ കാണുന്നതും കുഞ്ഞിനെ ഓടിച്ച് വാരി എടുത്തതൊക്കെ അവിടുത്തെ ഗോപികളാണല്ലോ. അപ്പോൾ ഗോപസ്ത്രീകൾ ഇത് പറഞ്ഞറിഞ്ഞ് കഥ കേട്ടിട്ട് പൂതനയുടെ ആ ഘോര ശരീരം കണ്ട് ഗോപന്മാരെല്ലാം അന്തം വിട്ട് നിന്ന് പോയി. ഈ പെൺകുട്ടികൾ ഈ ഗോപസ്ത്രീകളൊക്കെ പറഞ്ഞപ്പം ഗോപന്മാരെല്ലാം അവിടെ വന്ന് കണ്ടു. അങ്ങനെ അവരെല്ലാം ഭയന്നു. ഒരു പിഞ്ചു കുഞ്ഞ് ഇത്രയും വലിയൊരു പിശാചിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു, അത് വിസ്മയജനകം തന്നെ, അത് അത്ഭുതമാണെന്ന് അവരെല്ലാവരും. ഇങ്ങനെ പൂതനയുടെ ഘോരമായ ഭയം ജനിപ്പിക്കുന്ന ശരീരം ഏവർക്കും ഭയം ഉളവാക്കുന്നതായിരുന്നു. അതാണ് ഭയം കൊണ്ടും വിസ്മയം കൊണ്ടും നിന്നുപോയത്. കാരണം അവിടെ ഭയവും ഉണ്ടാകുന്നു, അത്ഭുതവും ഉണ്ടാകുന്നു. എന്താ ഇതിങ്ങനെ പർവ്വതം പോലത്തെ ഒരു സാധനം. അത് പിന്നെ ഭഗവാൻ ഇങ്ങനെ വീഴ്ത്തിയ പൂതനയുടെ ഉടലോ ഒറ്റയ്ക്കെടുത്ത് പൊക്കിക്കൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും ഒരു പർവ്വതത്തിനെ എടുത്ത് ദഹിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പൂതനയുടെ ഉടൽ ഒറ്റയ്ക്കെടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതിനാൽ കോടാലി കൊണ്ട് വെട്ടി കീറി പല കഷ്ണങ്ങളാക്കി ദൂരെ കൊണ്ടുപോയാണ് ദഹിപ്പിച്ചത്. ഭഗവാന്റെ സ്പർശനം അനുഭവിച്ചു കൊണ്ടാണല്ലോ പൂതന മരിച്ചത്. കാരണം ഭഗവാനാണല്ലോ അവൾക്കുള്ള ദേഹത്തിരുന്ന് കളിച്ചതെല്ലാം. അപ്പം അതുമല്ല പാലൊക്കെ കുടിച്ചതും. അപ്പോൾ എന്ത് വന്നു, ഭഗവാന്റെ സ്പർശനം അനുഭവിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് എന്ത് വന്ന്, കൂടാതെ പാലില്ലാത്തതായിരുന്നെങ്കിലും മാതാവിനെ പോലെ മുല കൊടുത്തുകൊണ്ടാണ് മരിച്ചത്. അതുകൊണ്ട് മാതാവിനുള്ള ഗതി ലഭിച്ചു. അവൾ മോക്ഷത്തിന് അർഹയാകുകയാണ് ചെയ്തത്. അതാണ് അവൾക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടി. ഭഗവാന്റെ സ്പർശനം ഏറ്റതുകൊണ്ടും ഒരു മാതാവിനെ പോലെ ആണല്ലോ അഭിനയമാണെങ്കിലും കള്ളത്തരം ആയിരുന്നെങ്കിലും അതുകൊണ്ട് അവൾക്ക് ഗതി ലഭിച്ചു. നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ത്വൽപീതപൂതസ്തനതൽ ശരീരാൽ സമുച്ചലൻ ഉച്ചതരോഹി ധൂമാ ശങ്കാമധാതാഗരവക്കിമേഷ കിം ചാന്തനോ ഗൗൽഗുലബോധവേദി. ത്വൽപീതപൂതസ്തനതൽ ശരീരാൽ സമുച്ചലൻ ഉച്ചതരോഹി ധൂമാ ശങ്കാമധാതാഗരവകിമേഷ കിം ചാന്തനോ ഗൗൽഗുലബോധവേദി. ഒന്നും കൂടെ വായിക്കാം. ത്വൽപീതപൂതസ്തന തൽ ശരീരാൽ സമുച്ചലൻ ഉച്ചതരോഹി ധൂമാ ശങ്കാം അധാതാഗരവ കിമേഷ കിം ചാന്തനോ ഗൗൽഗുലബോധവേദി. ഇവിടെ എന്താ സംഭവിച്ചത്? ഭഗവാൻ അത് അങ്ങ് ആരാ പറയുന്നേ? ഭട്ടതിരിപ്പാടാണ് ഇങ്ങനെ അങ്ങ് ആ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഗുരുവായൂരിരുന്നല്ലേ ഇതൊക്കെ പറയുന്ന ഭഗവാനോട്. അപ്പോൾ അങ്ങ് പിടിച്ചു കുടിച്ച് പരിശുദ്ധമാക്കിയ സ്തനത്തോടു കൂടി ആ പൂതനയുടെ ശരീരത്തിൽ നിന്ന് അത് ഭഗവാൻ ഇങ്ങനെ പരിശുദ്ധമാക്കിയല്ലോ. പാല് കുടിച്ചപ്പോൾ അവിടെ സ്തനത്തോട് ഇങ്ങനെ, സ്തനം വെച്ചാൽ മുല, അങ്ങനെ പരിശുദ്ധമാക്കി അങ്ങനെ പിടിച്ചു വലിച്ചു കുടിച്ചപ്പോൾ അതുകൊണ്ട് എന്ത് വന്നു, ആ ശരീരത്തിൽ നിന്ന്, ആ പൂതനയുടെ ശരീരത്തിൽ നിന്ന് പൊങ്ങി ഉയർന്ന ആ പുകയാകട്ടെ ദഹിപ്പിച്ചപ്പോഴേ ആ പുകയാകട്ടെ സുഗന്ധപൂർണമായിരുന്നു. ആ ഗന്ധം അകലിൻ്റെ ആണോ ചന്ദനത്തിൻ്റെ ആണോ അതോ ഗുൽഗുലുവിൻ്റെ ആണോ എന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധമുള്ളതായിരുന്നു. എല്ലാ ഗന്ധവും അതിൽ ലയിച്ചിരുന്നതിനാൽ ഏത് ഗന്ധമെന്ന് പറയുക വയ്യായിരുന്നു. ഈ മൂന്നിൻ്റെയും കൂടെ ഗുണം ഒന്നുപോലെ ആ പുകയിൽ ലയിച്ചിരുന്നു. അകിൽ എന്നാൽ ചന്ദനം പോലെയുള്ള ഒരു മരമാണ്. ചന്ദനത്തിന് തുല്യം, പക്ഷെ അത്ര മണമില്ല, ചന്ദനത്തിൻ്റെ അത്ര സുഗന്ധമില്ല. ഗുൽഗുലു ആണെങ്കിലോ ആയുർവേദ മരുന്നാണ്, പുകയ്ക്കാനും ഉപയോഗിക്കും. ചന്ദനത്തടിയും അകിലും ഗുൽഗുലും എല്ലാം തന്നെ ദഹനത്തിന് ഉപയോഗിച്ചിരുന്നതിനാൽ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു നല്ല സുഗന്ധമായിരുന്നു ആ പുകയ്ക്ക്. ആ സൗരഭ്യം എന്തുകൊണ്ടാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് വായിക്കാം അതിൻ്റെ ഇത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും മതി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് പൂതനയുടെ ഒന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു പൂതന ഭഗവാനെ ഇങ്ങനെല്ലാം കഷ്ടപ്പെടുത്താനായിട്ടും കൊല്ലാൻ വന്നതല്ലേ. എല്ലായിടവും നടന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവസാനം അവിടെ ആളറിയാതാണ് പൂതന ചെയ്യുന്നത്. എല്ലാവരെയും ഇങ്ങനെ വിഷം കൊടുത്തും ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ പല രീതിയിലാണ് ചെയ്യുന്നത്. അവർക്കറിയില്ല ഇത് യഥാർത്ഥ ആൾ ഭഗവാൻ തന്നെയാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. എല്ലാത്തിനെയും കൊല്ലുമ്പോൾ എവിടെയെങ്കിലും ഒരെണ്ണം അതിനിടയ്ക്ക് ഇതിനെ കിട്ടുമല്ലോ എന്ന് ആളറിയാതെങ്കിലും കുഞ്ഞിനെ കൊല്ലാമല്ലോ എന്ന് കരുതി. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.